ഹലോ യൂട്യൂബ് ഫാമിലി, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസിന്റെ മറ്റൊരു വ്ലോഗുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഒറ്റയ്ക്ക് വന്നിരുന്നത്, ജോർജ് ഇവിടെ പോയി എന്നല്ലേ. ആക്ച്വലി ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജോർജ് പറഞ്ഞു ജോർജ് കഴിക്കാൻ നേരം വരാം. അതായത് ജോർജ് ടേസ്റ്റ് ചെയ്ത അഭിപ്രായം പറയാനായിട്ട് മാത്രമേ ഇന്ന് വരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും എന്താ പറയുന്നത് ബിഹൈൻഡ് ദ ക്യാമറ നിന്ന് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകാനാണ് പറഞ്ഞത്. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞ പോലെ ഒരു കുക്കിംഗ് വ്ലോഗ് ആണ്. അപ്പൊ നമ്മളെ ക്രിസ്മസ് സീരീസിന്റെ ആദ്യത്തെ കുക്കിംഗ് വ്ലോഗ് ആണ്. നമ്മൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, എന്റെ ഫേവറേറ്റ്, നിങ്ങളുടെ പലരുടെയും ഫേവറേറ്റ് ആയിരിക്കും എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ചീസ് കേക്ക് ആണ്. സോ ഈ ചീസ് കേക്ക് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂട്യൂബിൽ കിടന്ന് കുറെ തപ്പി വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീസ് കേക്കുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ബേക്ക് ചെയ്യേണ്ട, എഗ്ലെസ് ആണ്, പിന്നെ വിപ്പ് ചെയ്യേണ്ട, വിപ്പിംഗ് പരിപാടികൾ ഒന്നുമില്ല. അതുകൊണ്ട് എക്സ്ക്യൂസസ് ഒന്നുമില്ല, ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ചീസ് കേക്ക് ആണിത്. അപ്പൊ എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പൊ ബേസിക്കലി ഒരു ചീസ് ലെയറിന് 2 ലെയർ ആണുള്ളത്. ഒന്ന് ബേസ് ലെയർ, ബിസ്ക്കറ്റിന്റെ ലെയറും, പിന്നെ നമ്മുടെ ചീസിന്റെ ലെയറും. നമ്മൾ ഇന്നൊരു ടോപ്പിങ്ങും കൂടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബേസ് ലെയർ അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലെയറിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് മാരിഗോൾഡ് ബിസ്ക്കറ്റും പിന്നെ ബട്ടറും, അൺസോൾട്ടഡ് ബട്ടർ, ഇതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മാരിഗോൾഡ് ബിസ്ക്കറ്റ് ആണ് നമ്മൾ ബേസിക്കലി എടുക്കാറുള്ളത്. അങ്ങനെ ഒരു ബിസ്ക്കറ്റ് ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഓറിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. പക്ഷെ അപ്പൊ അതിന്റെ ക്രീം മാറ്റിയിട്ട് ബിസ്ക്കറ്റ് മാത്രം എടുത്ത് പൊടിച്ചെടുക്കുക. അപ്പൊ ഞാനിന്ന് ഒത്തന്റിക് ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് ഞാൻ മാരിഗോൾഡ് ബിസ്ക്കറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ബേസ് ലെയർ. ഇനിയിപ്പോ നമ്മുടെ സെക്കൻഡ് ലെയറിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ എടുക്കുന്നത് ഒരു ടിൻ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ഫ്രഷ് ക്രീം, അതുപോലെ തന്നെ ഇതിനെ തിക്കൻ ആക്കാൻ വേണ്ടി നമ്മൾ ജെലാറ്റിൻ എടുക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ജെലാറ്റിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചൈന ഗ്രാസ് വേണമെങ്കിൽ അത് എടുക്കാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ ജെലാറ്റിൻ ആയിരിക്കും നല്ലത്, ഉണ്ടെങ്കിൽ ജെലാറ്റിൻ തന്നെ എടുക്കുക. പിന്നെ ഇനിയിപ്പോ ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത് ചീസ് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ട് ചീസ് വാങ്ങിക്കാം. അതല്ല ഇനിയിപ്പോ ചീസ് വാങ്ങിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫുൾ ഫാറ്റ് മിൽക്കില്ലേ, നമ്മുടെ സ്കിം ചെയ്യാത്ത പാല് എടുത്തിട്ട്, അത് ഫുൾ ഫാറ്റ് ആയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഫാറ്റ് അല്ലെങ്കിൽ ചീസ് നമുക്ക് കിട്ടുള്ളൂ. അതെടുത്തിട്ട് അതിനെ പിരിച്ചെടുക്കാം. ഇച്ചിരി നാരങ്ങാ നീര് തിളച്ച് വരുമ്പോൾ ഇച്ചിരി നാരങ്ങാ നീര് ഒഴിച്ച് അതിനെ പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീസ് കിട്ടും. അപ്പൊ ഞാൻ ഇന്ന് അങ്ങനെ എന്താ പറയുന്നത് പാലാണ് എടുത്തിരിക്കുന്നത്. പാല് പിരിച്ചെടുക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ചീസ് ലെയറിന് വേണ്ടുന്ന സാധനങ്ങൾ. ഇനി നമ്മള് ഇതോടുകൂടി സത്യം പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ചീസ് ലെയർ കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു ടോപ്പിംഗ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്കൊരു ടോപ്പിംഗ് കൊടുക്കാം. ഞാൻ ഇന്ന് അങ്ങനെ ഒരു ടോപ്പിംഗ് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് മാംഗോ ജ്യൂസ് ആണ്. ഇതിപ്പം നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും കൊടുക്കാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ ആ ഫ്രൂട്ട്സ് കൊടുക്കുമ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ഫ്രൂട്ട് തന്നെ എടുക്കാം, എടുത്തിട്ട് അതിനെ പേസ്റ്റ് ആക്കി എടുക്കാം. ഇല്ലെങ്കിൽ ഇനിയിപ്പം ഫ്രൂട്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ജ്യൂസ് ഉണ്ടെങ്കിൽ ജ്യൂസ് ആയാലും മതി. അപ്പം എന്തെങ്കിലും ഒരു ജ്യൂസ്, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസ് പ്ലസ് ജെലാറ്റിൻ, അഗെയിൻ അതിന് തിക്കൻ ആക്കാൻ വേണ്ടി ജെലാറ്റിൻ, പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര, എന്തായാലും ഷുഗർ ആഡ് ചെയ്യേണ്ടി വരും. അതിന്റെ ഒരു മധുരത്തിന്റെ കൺസിസ്റ്റൻസി നോക്കാൻ എന്തായാലും ഷുഗർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതാണ് നമ്മളുടെ 3 ലെയർ. ഇനിയിപ്പോ നമുക്ക് ഇവരെങ്ങനെ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതേ പാല് ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഫുൾ തിളക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നാരങ്ങ നീര് ഒഴിച്ച് പിരിച്ചെടുക്കാം. ഓരോ സ്പൂണായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി പിരിച്ചെടുക്കാം. നമ്മളുടെ ഇത് കണ്ടോ, നമ്മളുടെ എന്താ പറയുന്നത് പാല് ചീസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. പാലിൽ നിന്ന് വ്യക്തമായിട്ട് കാണാം. ഇത് മാറിയിട്ട് മറ്റേത് നല്ല വെള്ളം പോലെ വെള്ളവും ചീസും മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. അപ്പൊ ഒറ്റയടിക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഫുൾ ഒഴിക്കണ്ട, അത് നിങ്ങൾ നോക്കിയിട്ട് ഈ ഇതിലോട്ട് ആകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താം. ഇതാണ് നമ്മളുടെ പാകം. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇയാളെ അരിച്ചെടുക്കാം. നമ്മളങ്ങനെ പാല് പിരിഞ്ഞ് വന്നതിൻ്റെ അകത്ത് നിന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ചീസ് കിട്ടി. ചീസും വാട്ടറുമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മറ്റേ തുണിയിലൊക്കെ ഇട്ട് അങ്ങനെ പിഴിഞ്ഞ് ഭയങ്കരമായിട്ട് വെള്ളം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു സ്ട്രെയിനറിൽ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്താൽ മതി. ഞാൻ മറ്റേതുപോലത്തെ കുഞ്ഞ് സ്ട്രെയിനറിൽ അരിച്ചെടുത്തതാണ്, എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. ഇനി ഇതിവിടെ ഇരുന്നൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതിവിടെ അങ്ങനെ റെസ്റ്റ് എടുക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ ബേസ് ലെയർ സെറ്റാണ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് മാരിഗോൾഡ് ബിസ്ക്കറ്റ് ആണ് എടുത്തത്. അത് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 25 ബിസ്ക്കറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ബട്ടർ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 100 grams ഓഫ് ബട്ടറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതും നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊണ്ടുവരണം. അപ്പം ഞാൻ ചൂടാക്കിയിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ബിസ്ക്കറ്റിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം.
ഇച്ചിരീശ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കൂടി പോകണ്ടല്ലോ. നമ്മളുടെ ബിസ്ക്കറ്റും ബട്ടറും കൂടെ നമ്മൾ മിക്സ് ചെയ്ത ബേസ് ലെയർ ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനെ നമുക്ക് എന്താ പറയുക, നമ്മളുടെ കേക്കിൻ്റെ മോൾഡിലോട്ട് സെറ്റ് ചെയ്യാം. ഇതാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട്, നമ്മളുടെ ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഒരു മോൾഡാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു മോൾഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മളുടെ മറ്റേ അലൂമിനിയം മോൾഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മറിച്ചിട്ട് കേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ചീസ് കേക്ക് എപ്പോഴും അങ്ങനെ മറിച്ചിട്ട് എടുക്കുന്നൊരു കേക്ക് അല്ലാത്തത് കൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, താഴേന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മോൾഡാണെങ്കിൽ അതായിരിക്കും ഹെൽപ്പ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് ബേസ് ലെയർ സെറ്റാക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നമ്മളുടെ ബേസ് ലെയറിനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇയാളെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ലെയർ അങ്ങനെ ദാ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ്സ്, ഫ്രിഡ്ജിൽ താഴെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 15-20 മിനിറ്റ്സ് ഇതവിടെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കണം. അപ്പം ഞാൻ എന്തായാലും എനിക്ക് പെട്ടെന്ന് ചെയ്യേണ്ടത് കാരണം ഫ്രീസറിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഫ്രീസറിലൊരു 10 മിനിറ്റ്. അപ്പോൾ അതേ നമ്മൾ ഇനിയിപ്പം നമ്മളുടെ ജെലാറ്റിൻ എന്താ പറയുക, എൻ്റെ കയ്യിലുണ്ടായിരുന്നത് സാഷേ പാക്കറ്റ്സ് ആയിരുന്നു. അപ്പോൾ 10 ഗ്രാമിൻ്റെ ഒരു സാഷേ പാക്കറ്റ് ഞാൻ ഇച്ചിരി വെള്ളത്തിൽ അലിയിച്ച ശേഷം ഓവനിൽ ഒരു 15 സെക്കൻഡ്സ് വെച്ച് ഇതിനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം മെൽറ്റായി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് എന്താ പറയുക, ചിലർ ഹോട്ട് വാട്ടർ, അതായത് ചൂടുവെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്യിക്കാറുണ്ട്, ചിലർ ഡബിൾ ബോയിൽ ചെയ്യിക്കാറുണ്ട്. ഞാൻ എന്തായാലും ഇപ്പം ഇച്ചിരി തണുത്ത വെള്ളത്തിൽ അലിയിച്ച ശേഷം ഓവനിൽ ഒരു 15 സെക്കൻഡ്സ് വെച്ചിട്ട് ഞാൻ എന്തായാലും ജെലാറ്റിൻ്റെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒരു ചെറു ചൂടോടുകൂടെ ഇവിടെ അങ്ങ് ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചീസിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചീസ് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മിൽക്ക് മെയ്ഡ്. ഇതിപ്പോൾ ഒരു ടിൻ മിൽക്ക് മെയ്ഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവരെ നല്ല ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മളുടെ ഹോം മെയ്ഡ് ചീസും മിൽക്ക് മെയ്ഡും കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റ്, നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്കത് കിട്ടണം എന്നാണ് യൂട്യൂബിലെ ചേച്ചിമാരെന്നോട് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാംസിൻ്റെ 2 പാക്കറ്റ്, അങ്ങനെ ഒരു 200 ഗ്രാംസ് ഓഫ് ഫ്രഷ് ക്രീം. അപ്പോൾ ഫ്രഷ് ക്രീം നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഒരു 200 ഗ്രാംസ് ഓഫ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡയറക്റ്റ്ലി അതിൻ്റെ അകത്തോട്ട് ചേർക്കാതെ എടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് സ്മൂത്ത് ആക്കാൻ, ബീറ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് സ്മൂത്ത് ആക്കിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫ്രഷ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മൾ മുന്നേ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരുന്ന ആ മിക്സിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മളുടെ ഫ്രഷ് ക്രീമും നമ്മളുടെ ചീസ് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ്ചറുമായിട്ട് നല്ലോണം ബ്ലെൻഡ് ആയിട്ടുണ്ട്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യേണ്ട മറ്റൊരാൾ നമ്മൾ മുന്നേ കലക്കി വെച്ചിരുന്ന നമ്മളുടെ ജെലാറ്റിൻ, അതുകൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അയാളെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഇതുമായിട്ട് ബ്ലെൻഡായി ചേരണം. കാരണം അതവിടെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ എന്താ പറയുക, അതിങ്ങനെ ഒരു ഭാഗത്ത് കട്ടയായി പോകും. അതുകൊണ്ട് ഇതുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡായി എന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതേ നമ്മൾ നല്ലോണം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ജെലാറ്റിനൊക്കെ നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്ന നമ്മളുടെ എന്താ പറയുക ഫസ്റ്റ് ലെയർ, അതായത് ബിസ്ക്കറ്റ് ലെയർ സെറ്റ് ആയിട്ടുണ്ടാവും, അതിനെടുത്തുകൊണ്ട് വന്നിട്ട് ഇത് അതിൻ്റെ മുകളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബിസ്ക്കറ്റ് ലെയർ അത്യാവശ്യം നല്ല കട്ടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മളുടെ ഈ ലെയർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ കുത്തിയൊന്നും ഒഴിക്കാൻ പാടില്ല, ഇച്ചിരി ഒരു സ്മൂത്തായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളൂ. അപ്പോൾ നമ്മളുടെ ചീസിൻ്റെ ലെയർ നമ്മൾ ബിസ്ക്കറ്റിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഓൾമോസ്റ്റ് ഒരു 1 hour ഇത് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഫൈനൽ ലെയർ ചെയ്യാനായിട്ട് ഇതേ നമ്മൾ എന്താ പറയുക മാംഗോയുടെ ലെയറാണ് ടോപ്പ് മോസ്റ്റ് ലെയറായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാംഗോ ജ്യൂസ് ഇത് ഞാനിപ്പോൾ ഒരു 500 ml അടുത്ത് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന തിക്നെസ്സിന് അനുസരിച്ച് എടുക്കണം. എനിക്ക് വളരെ തിന്നായിട്ടുള്ളൊരു ലെയർ കിട്ടിയാൽ മതി, അതുകൊണ്ട് ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ.
ഇനി ഈ ജ്യൂസ് നമുക്ക് എന്താ പറയുക അടുപ്പത്ത് വെച്ചൊന്ന് ചൂടായിട്ട് വരണം, നല്ലോണം ഒന്ന് ചൂടായി വരണം. അപ്പം ഇത് ചൂടാകാൻ വെക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം എന്ത് വന്നാലും ഇതിന് മധുരം മതിയാവില്ല. അപ്പോൾ നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു പാകം ഇത്രയും ചൂടായി മതിയാവും. നമുക്കിതിനെ ഓഫ് ചെയ്യാം, ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ചൂടാക്കി കൊണ്ടുവന്ന മാംഗോ ജ്യൂസിനെ ഇങ്ങനൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മളുടെ ജെലാറ്റിനാണ്. ഇന്നലെ പറഞ്ഞ പോലെ ഒരു സാഷേ, അതായത് 10 ഗ്രാമിൻ്റെ ഒരു സാഷയാണിത്. അപ്പം അത് ഞാനിങ്ങനെ വെള്ളത്തിൽ, അതായത് തണുത്ത വെള്ളത്തിൽ കുതിർത്തി വെച്ചിരിക്കുന്നതാണിത്. ഇതിനിപ്പോൾ നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല, കാരണം ചൂടാക്കിയ മാംഗോ ജ്യൂസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കാരണം ഇതിനിപ്പോൾ സെപ്പറേറ്റ് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇതിനിപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിനെ നന്നായിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യിപ്പിക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മളുടെ ചീസ് കേക്ക് ഇവിടെ നല്ലോണം തന്നെ സെറ്റായി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പ് മാംഗോ ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ടോപ്പ് ഗ്ലേസിങ് പോലെ അങ്ങ് വന്നാൽ മതി. എനിക്ക് അത്രയും വന്നാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വളരെ കട്ടിയായിട്ടുള്ള ലെയർ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഒഴിച്ചു കൊടുക്കാം. എനിക്ക് വളരെ നേരിയ ഒരു ലെയർ കിട്ടിയാൽ മതി. അപ്പം നമ്മൾ മുകളിലത്തെ ലെയർ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് നമുക്ക് എഗെയിൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മളുടെ ചീസ് കേക്ക് സെറ്റ് ആവാനൊക്കെ വെച്ച് കഴിഞ്ഞതേ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അൺമോൾഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ വ്ലോഗിന്റെ ഏറ്റവും ആവേശകരമായ നിമിഷത്തിലാണ് ഇപ്പൊ നമ്മൾ ആ നിമിഷത്തിലെത്തിയപ്പോൾ സാറ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും ടേസ്റ്റിംഗ് ടൈമാണ്. അപ്പൊ സംഭവം നമ്മുടെ ചീസ് കേക്ക് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. നല്ല ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കിയ ചീസ് കേക്ക് നല്ല ഹാർട്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. ആ ലേയേഴ്സ് ഒക്കെ ഇരിക്കുന്നത് നല്ല രസമുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ശരിക്കും 3 ലെയറാണ് ഉണ്ടാക്കിയതെങ്കിൽ 2 ലെയറേ കാണാനുള്ളൂ. ബിസ്ക്കറ്റിന്റെ ലെയർ ഭയങ്കര തിന്നായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ലെയർ ആയിട്ട് ഇവിടെ കാണുന്നത് ആ ട്രേ ആണ് കാണുന്നത്. ഏറ്റവും അടിയിൽ കാണുന്നത് ട്രേ ആണ്. ബിസ്ക്കറ്റിന്റെ ലെയർ കാണാനില്ല. പക്ഷെ കട്ട് ചെയ്യുമ്പോ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയില്ല, ഇനിയിപ്പം എന്താ പറയാ, സംഭവം എന്തായാലും ലുക്ക് വെച്ച് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ടേസ്റ്റും കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വന്ന് ടേസ്റ്റും ഒക്കെ അടിപൊളിയാണെങ്കിൽ സക്സസ് ആണ്. എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ കാണുന്ന പോലെ കണ്ടോ, ഇതാണ് നമ്മളുടെ ബിസ്ക്കറ്റ് ലെയർ. ആ 3 ലെയർ വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, ആ ബിസ്ക്കറ്റ് ലെയർ ഭയങ്കര തിന്നായതുകൊണ്ട് ഏറ്റവും ഔട്ട്സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ലെയേഴ്സ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോഴേ നമ്മളങ്ങനെ കട്ട് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ബിസ്ക്കറ്റിൻ്റെ ലെയർ കാണാൻ പറ്റുന്നുണ്ടാകും, ട്രേയുടെ അകത്തുള്ള ബിസ്ക്കറ്റിൻ്റെ ലെയർ. പിന്നെ ഇപ്പം തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചീസ് കേക്ക് ടേസ്റ്റ് ചെയ്തതിനിടയ്ക്ക് ഇതിന്റെ അഭിപ്രായം പറയാൻ തന്നെ മറന്നുപോയി. കാരണം ആ ഒരു പീസ് കാലിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഇത് വർത്ത് ആണ് കേട്ടോ, ധൈര്യമായിട്ട് ട്രൈ ചെയ്തോളൂ. ഇത് ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പ് ആയി പോയാൽ നിങ്ങൾ എന്നെ വീട്ടിൽ വന്ന് ചീത്ത പറഞ്ഞോളൂ. ബിക്കോസ് നിങ്ങൾക്ക് അത്രയും കഴിവ് വേണം. അതെ, അങ്ങനെയല്ല, നിങ്ങൾക്ക് അത്രയും കഴിവ് വേണം. ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ചീത്തയാക്കി എടുക്കണമെങ്കിൽ ഇച്ചിരി കഴിവ് കൂടുതലുണ്ടെങ്കിലേ പറ്റുള്ളൂ. ബിക്കോസ് ഭയങ്കര ഈസിയാണ്. അതെ, ഇതിപ്പോ നമ്മൾ കണ്ടുപിടിച്ച റെസിപ്പി ഒന്നും അല്ലല്ലോ, യൂട്യൂബിൽ തപ്പി കണ്ടുപിടിച്ച ഒരു ഈസി റെസിപ്പിയാണ്. അത് ഉണ്ടാക്കിയപ്പോ നല്ല സക്സസ് ആണ്. ഇനിയിപ്പോ നിങ്ങളുടെ പണി കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോയുടെ ടോപ്പ് ലെയർ വേണമെന്നില്ല. എനിക്കുള്ളൊരു പേഴ്സണൽ ഇത് എന്നാന്ന് ചോദിച്ചാൽ ഇച്ചിരി കൂടിപ്പോയി. അത് നമ്മൾ പറഞ്ഞപ്പം നിങ്ങൾ ഒഴിച്ചത് കണ്ടതാണല്ലോ. ഞാനിപ്പോ ഭയങ്കര തിന്നായിട്ട് എടുക്കാനായിട്ട് ഇച്ചിരി ഒഴിച്ചുള്ളൂ. പക്ഷെ ഒഴിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ 500 ml ഉണ്ടാക്കിയത്, അത് ബാക്കി ഉണ്ടായിരുന്നു.
അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തിനാ അത് കളയണെന്ന്, പിന്നെ ഒഴിച്ചേക്കാം, ഇതിന്റെ മുകളിലോട്ട് തന്നെ ഒഴിച്ചേക്കാം, വെറുതെ സാധനം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ബിക്കോസ് ജലാറ്റിൻ മിക്സ് ചെയ്തല്ലേ, വെറുതെ കുടിക്കത്തില്ലല്ലോ. നമ്മൾ വിചാരിച്ചു അങ്ങനെ ഒഴിച്ചേക്കാം. അങ്ങനെ ഒഴിച്ചു. അപ്പൊ അതിന്റെ തിക്നെസ് കൂടി, നിങ്ങൾക്ക് കാണാലോ അത്യാവശ്യം തിക്ക് ലെയർ ആണ്. അത് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ഭയങ്കര തിൻ ലെയർ ആണ്, കുറച്ചും കൂടെ നല്ലതായിരുന്നു. ആ ചീസിന്റെ ടേസ്റ്റ് അല്ലേ കൂടുതൽ കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ ഒരു ഈക്വലൈസ്ഡ് ഫീലിംഗ് ആണ്, മാംഗോയുടെ ഫ്ലേവറും അത്രയും തന്നെ കിട്ടുന്നുണ്ട്, ആ ടോപ്പ് ലെയറിന്റെ ഫ്ലേവർ. അപ്പം എന്താ പറയാ, നിങ്ങൾക്ക് ആ ഒരു ടോപ്പ് ലെയർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതെ, ചീസ് കേക്കിന് ശരിക്കും അങ്ങനെയൊന്നും വേണമെന്നില്ല, നമ്മളിപ്പോ ഒരു ടോപ്പിംഗ് കൊടുത്തു എന്ന് മാത്രം. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാം. ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ്, സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ കുക്കിംഗ് ഇല്ല, എല്ലാം പറഞ്ഞല്ലോ. അതെ, നമുക്ക് ബേക്ക് ചെയ്യാനില്ല, വിപ്പ് ചെയ്യാനില്ല. അപ്പൊ അങ്ങനത്തെ ടെൻഷനുകൾ ഒന്നുമില്ല. മിക്സിയൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണും. ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ചീസ് ഇല്ലെങ്കിൽ എന്താ പാല് വരിച്ച് വരെ ചീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ എല്ലാം കിട്ടുന്ന സാധനങ്ങളാണ്. ഉണ്ടാക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പം എന്താ പറയാ, അത്ര പറയാനുള്ളൂ. ട്രൈ ചെയ്യാട്ടോ, ബിക്കോസ് ഇറ്റ് വർത്ത് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാം. അപ്പൊ എന്താ, അത്രയൊക്കെ ഉള്ളൂ. ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. എല്ലാരും ഉണ്ടാക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ നിങ്ങളുടെ ഡിയർ വൺസിനെയൊക്കെ ഇതുപോലൊരു ചീസ് കേക്ക് ഉണ്ടാക്കി സർപ്രൈസ് ചെയ്യിക്കുക. നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പൊ മറ്റൊരു വ്ലോഗുമായി ഞങ്ങൾ ഉടൻ എത്തുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. ബൈ ബൈ. മുത്തേ 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 പൊന്നോമനെ, നിന്നെ കാണാൻ കൊതിച്ചൊരു നാളിൽ മഞ്ഞു പെയ്യുന്ന താഴ്വരയിൽ ഒരു ജീവന്റെ കളിയാട്ടമാ. മുത്തേ മുത്തേ ചക്കര മുത്തേ